ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് താനു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ പൊട്ടറ്റോ ലേസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് 4 വലിയ പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന പൊട്ടറ്റോവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു സ്ലൈസർ ഉപയോഗിച്ച് നമുക്ക് പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ. പൊട്ടറ്റോൻ്റെ സ്റ്റാർച്ചൊക്കെ മാറാനായിട്ട് ഇതുപോലെ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ പൊട്ടറ്റോൻ്റെ സ്ലൈസസ് എല്ലാം തന്നെ ഞാൻ വെള്ളത്തിൽ ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം മാറാനായിട്ട് പൊട്ടറ്റോൻ്റെ സ്ലൈസസ് ഒരു സ്ട്രെയിനറിൽ നമുക്ക് ഇതുപോലെ വച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ നിറത്തിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ ലംസ് ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പൊട്ടറ്റോ പീസസ് വറുത്തെടുക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏത് തരം റിഫൈൻഡ് ഓയിലോ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം പൊട്ടറ്റോയിൻ്റെ സ്ലൈസസ് ഇതുപോലെ ആ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ലേസ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരേ സമയം തന്നെ പൊട്ടറ്റോയിൻ്റെ കുറേ സ്ലൈസസ് ഇട്ട് വറക്കാതെ കുറേശ്ശെ വേണം ഇട്ട് വറക്കാനായിട്ട്. പെപ്പറിന് പകരമായിട്ട് നമുക്ക് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചില്ലി പൊട്ടറ്റോ ലേസ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് പൊട്ടറ്റോയിൻ്റെ സ്ലൈസസ് ഒക്കെ വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള പൊട്ടറ്റോയിൻ്റെ സ്ലൈസസും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഈ സ്ലൈസസിലെല്ലാം തന്നെ പെപ്പർ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നുണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.